guys, welcome back to my YouTube channel Hostel and Stay. Okay, DUല് കുറെ കോളേജസ് ഹോസ്റ്റൽ ഉള്ള കോളേജസ് ഉണ്ട്. ചില കോളേജസിലും ഹോസ്റ്റലിൽ വരാൻ പോകുന്ന കോളേജസ് ഉണ്ട്. നോർത്ത് ക്യാമ്പസിലും സൗത്ത് ക്യാമ്പസിലും ഹോസ്റ്റലുകളുണ്ട്. ഓക്കെ, ഇനി ഹോസ്റ്റൽ എങ്ങനെ കിട്ടും? നമ്മൾ കോളേജസിന് അഡ്മിഷൻ വെച്ച പോലെ തന്നെയാണ് ഹോസ്റ്റലിന് അഡ്മിഷൻ വെക്കുന്നത്. നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മുടെ മാർക്കൊക്കെ വെച്ചിട്ട്, അതായത് CUT മാർക്കൊക്കെ വെച്ചിട്ടാണ് തോന്നുന്നു. കോളേജുകൾക്ക് അപ്ലിക്കേഷൻ വെക്കുന്ന പോലെ തന്നെയാണ് ഹോസ്റ്റലിൽ കിട്ടാനായിട്ട് അപ്ലിക്കേഷൻ വെക്കേണ്ടത്. ഓക്കെ, കോളേജ് വെബ്സൈറ്റിലാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിലാണെങ്കിൽ അങ്ങനെ പോയിട്ട് നമുക്ക് ഹോസ്റ്റലിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിടണം. ഓക്കെ, നമ്മളുടെ ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ അപ്ലൈ ചെയ്തിടുമ്പോൾ അലോട്ട്മെന്റ് വരും. അലോട്ട്മെന്റ് വന്നിട്ടാണ് നമുക്ക് ഹോസ്റ്റൽസ് കിട്ടുക. ഓക്കെ, ഇനി മിക്ക കോളേജസിലും ഹോസ്റ്റൽസിലാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പൊ അവിടുത്തെ സ്റ്റേ ഡീറ്റെയിൽസ് ആണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ഓക്കെ, ഹോസ്റ്റൽ ഇല്ലാത്ത DUലെ കുട്ടികൾ മെയിൻലി ചെയ്യുന്ന സ്റ്റേസിന്റെ 3 വിധമാണ് ഞാനിവിടെ പറയുന്നത്. ഓക്കെ, 3 തരത്തിലാണ് കുട്ടികൾ മെയിൻലി നിൽക്കുക. ഒന്നാമത്തത് ഹോസ്റ്റൽസ്. ഓക്കെ, അതായത് കോളേജ് ഹോസ്റ്റലാണ്, ലോക്കലായിട്ട് അവിടെ ഹോസ്റ്റൽസ് അവൈലബിൾ ആണ്. അതിന് ഓൾമോസ്റ്റ് 4K തൊട്ടൊക്കെ ആയിരിക്കും സ്റ്റാർട്ടിങ്. 10K ഒക്കെ വരെ ആവും. നമുക്ക് 4K തൊട്ടൊക്കെ സ്റ്റാർട്ടിങ് വരുന്ന ഹോസ്റ്റൽസ് അവൈലബിൾ ആണ്. സെക്കൻഡ് വരുന്നത് PGs ആണ്. PG എന്ന് പറഞ്ഞാൽ പെയിൻ ഗസ്റ്റ്. ഓക്കെ, പെയിൻ ഗസ്റ്റ് ആയിട്ട് സ്റ്റേ ചെയ്യുന്നത് സ്റ്റാർട്ടിങ് വരുന്നത് ഒരു 10K തൊട്ടാണ് സ്റ്റാർട്ടിങ് വരെ. ആൻഡ് 10K ടു നമുക്ക് എത്ര വേണമെങ്കിലും ആവാം. ഓക്കെ, അങ്ങനെയാണ് നമ്മുടെ PGയുടെ ഒരു റേറ്റ് വരുന്നത്. ഒരു 30K ഒന്നും അപ്പുറത്ത് പോലെയായിരിക്കും. ഇനി വരുന്നതാണ് റൂം സ്റ്റേ. അതായത് നമ്മളൊരു ഫ്ലാറ്റ്, കുറച്ച് കുട്ടികൾ കൂടിയിട്ട് ഒരു ഫ്ലാറ്റ് റെന്റിന് എടുക്കും. ആൻഡ് നമ്മൾ ഒരുമിച്ച് നിൽക്കും. അങ്ങനെയായിട്ടും നിൽക്കുന്ന കുട്ടികളുണ്ട്. ഞാൻ അങ്ങനെയാണ് നിൽക്കുന്നത്. ഓക്കെ, നമ്മൾ 5 കുട്ടികളാണ് ഒരു റൂമിലുള്ളത്. ആൻഡ് 5 പേര് മലയാളികളാണ്. ഇനി ഈ സ്റ്റേയുടെ കൂടെ ഫുഡിന്റെ കാര്യം പറയുകയാണെങ്കിൽ, ഒന്ന് നമുക്ക് ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്ന PGസും ഹോസ്റ്റൽസും ഉണ്ട്. ഓക്കെ, അപ്പൊ പിന്നെ ഫുഡിന്റെ കാര്യം ആലോചിക്കേണ്ട. 2, ഫുഡ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നില്ലെങ്കിൽ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ വരുന്നത് ടിഫിൻ സർവീസ് ആണ്. അത് നമുക്ക് PGയിലാണെങ്കിലും ഹോസ്റ്റൽസിലാണെങ്കിലും നമ്മൾ ഫ്ലാറ്റ് എടുത്ത് നിൽക്കുകയാണെങ്കിലും ടിഫിൻ സർവീസ് അവൈലബിൾ ആണ്. ടിഫിൻ സർവീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സ്ഥലത്ത് ഏൽപ്പിക്കും, അവർ നമുക്ക് 3 നേരം ഫുഡ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അതാണ് ടിഫിൻ സർവീസ്. ഇനി മൂന്നാമത്തത് ഫുഡ് കുക്ക് ചെയ്ത് കഴിക്കുക. ഓക്കെ, ഞാൻ ഫുഡ് കുക്ക് ചെയ്താണ് കഴിക്കുന്നത്. നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുക, ഫുഡ് കുക്ക് ചെയ്യുക, കഴിക്കുക. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ സ്റ്റേയും കാര്യങ്ങളും വരുന്നത്. ഇനി ഈ സ്റ്റേ ചെയ്യാനുള്ള പ്ലേസസ് ഞാൻ ഇവിടെ കാണിക്കാം. ഇങ്ങനെ കോളേജുകളിൽ മിക്ക കുട്ടികളും സ്റ്റേ ചെയ്യുന്ന പ്ലേസസ് ഞാൻ ഇവിടെ കാണിക്കാം. ഓക്കെ.